ഒരു ജനതയെ, ഒരു രാഷ്ട്രത്തെ അപ്പാടെ ഈ ഭൂമുഖത്ത് നിന്നും തുടച്ചു നീക്കാനുള്ള ഇസ്രയേൽ എന്ന കൊലയാളി രാഷ്ട്രത്തിന്റെ വംശഹത്യ 1000 ദിനങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇസ്രയേൽ നടത്തിയ നിഷ്ഠൂരമായ ആക്രമണത്തിൽ കാണാതായവർ ഉൾപ്പെടെ 83,000 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിൽ 20,000-ൽ ഏറെ കുരുന്നുകളാണ് എന്നതാണ് ഹൃദയവേദന ഉണർത്തുന്ന മറ്റൊരു കാര്യം. മനുഷ്യത്വം മരവിക്കുന്ന ഈ കണക്കുകൾക്കിടയിലും സമാധാനം പുലരുന്ന നാളുകൾക്കായി ഗാസ ഇനിയും എത്ര കാലം കാത്തിരിക്കണം? 8 പതിറ്റാണ്ടോളം ദുരിതക്കയത്തിൽ മുങ്ങി നിൽക്കുകയായിരുന്നു പലസ്തീൻ ജനത. ഇസ്രയേലിന്റെ കടന്നാക്രമണങ്ങളെ തങ്ങളെ കൊണ്ടാകും വിധം ചെറുത്തു മുന്നോട്ടു പോവുകയായിരുന്നു അവർ. അങ്ങനെയിരിക്കെയാണ് 2023 ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഗാസയിൽ ഇസ്രയേൽ കൂട്ടക്കുരുതി ആരംഭിക്കുന്നത്. ഇതോടെ ഗാസ അക്ഷരാർത്ഥത്തിൽ ശവപ്പറമ്പായി മാറി. കുരുന്നുകളെയും സ്ത്രീകളെയും ആശുപത്രിയിലെ രോഗികളെയും ഒക്കെ ഇസ്രയേൽ ആക്രമിച്ച് ഇല്ലാതാക്കുന്ന മനസാക്ഷി മരവിക്കുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും നിരന്തരം ഗാസയിൽ നിന്നും പുറം ലോകത്തേക്കെത്തി. 2025 ഒക്ടോബറിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും ഇസ്രയേൽ ഇടയ്ക്കും മുറയ്ക്കും ആക്രമിച്ചുകൊണ്ടിരുന്നു. വെടിനിർത്തൽ കാലയളവിലും ഗാസ സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ല. ഗാസയിലും വെസ്റ്റ് ബാങ്കിലുമായി ഇക്കാലയളവിലും ആയിരക്കണക്കിന് പലസ്തീൻകാരെ ഇസ്രയേൽ സേന വകവരുത്തി. വെടിനിർത്തൽ കാലത്ത് ഗാസയെ മാത്രമല്ല ഇറാനെയും ലെബനനെയും ഒക്കെ ഇസ്രയേൽ എന്ന കൊലയാളി രാഷ്ട്രം ആക്രമിക്കുകയും നൂറുകണക്കിന് നിരപരാധികളായ മനുഷ്യരെ കൊലപ്പെടുത്തുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ പലസ്തീൻ നടത്തിയ വിമോചന പോരാട്ടങ്ങളെ അടിച്ചമർത്താൻ കൊളോണിയൽ ശക്തികൾ മുൻകൈയെടുത്ത് സൃഷ്ടിച്ച രാഷ്ട്രമാണ് ഇസ്രയേൽ എന്ന ചരിത്ര വസ്തുത നമുക്ക് മുന്നിലുണ്ട്. ഗാസയിൽ ശാശ്വത സമാധാനം പുലരുവാൻ ഇസ്രയേലിനെ, അവരുടെ കടന്നാക്രമണങ്ങളെ തള്ളിപ്പറയുവാൻ ലോകരാജ്യങ്ങൾ ഒരുമിച്ച് രംഗത്ത് വരണം.